ഇറ്റലിക്കാരനായ വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റസിനെ സൈബർ ലോകത്തെ വിശുദ്ധനായി പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്ന അതേ പുണ്യദിനത്തിൽ തന്നെ വരാപ്പുഴ അതിരൂപതയിലെ കാക്കനാട് പള്ളിക്കരയിൽ വിശുദ്ധന്റെ നാമധേയത്തിൽ ലോകത്തിലെ ആദ്യത്തെ ദേവാലയം വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലിത്ത അഭിനന്യ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ആശീർവദിച്ചു. ദിവ്യകാരുണ്യ ഭക്തിയുടെ പ്രചാരകനും യുവാക്കളുടെ പുണ്യമാതൃകയുമായി കാർലോ അക്വിറ്റസിന്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയം ഇന്നിന്റെ ആവശ്യമാണെന്ന് മെത്രാപ്പോലിത്ത എടുത്തു പറഞ്ഞു. First and foremost, my name is Elvis Lobo, and this is my family. ഞങ്ങൾ ഇവിടെ വന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ പള്ളിയിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഈ പള്ളിയുടെ ഓപ്പണിങ്ങിനെ കുറിച്ച് ഇന്നലെ. അപ്പം ഞങ്ങൾ അത് കേട്ടപ്പോൾ തന്നെ സന്തോഷമായിരുന്നു. ബിക്കോസ് ഈ സെയിൻറ്റിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ന്യൂ ജെൻ, അതായത് ജെൻസീസിനുള്ള സെയിൻറ്റിനെന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഈ വന്ന ജനറേഷന് ഏറ്റവും ആവശ്യമുള്ളത് അനുഗ്രഹങ്ങളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ദൈവം ഞങ്ങൾക്ക് വേണ്ടി തന്ന ഒരു സെയിൻറ്റാണിത്. അപ്പോൾ ഈ സെയിൻറ്റിനെ കുറിച്ച് എല്ലാവരും അറിയണം, എല്ലാവരും ഇവിടെ വരണം. നല്ലൊരു ഭക്തി ഫീലിംഗ് ഉണ്ട് ഇവിടെ വന്നിട്ട്. ഞങ്ങൾ ഇങ്ങനെ 8 നോയമ്പ് എടുത്തിട്ട് 8ാം ദിവസം എപ്പോഴും എൻ്റെ വൈഫ് എപ്പോഴും ഒരു പള്ളി ഇങ്ങനെ സെലക്ട് ചെയ്യും. അപ്പോൾ ഈ പ്രാവശ്യം കിട്ടിയത് ഈ പള്ളിയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുടുംബത്തോടെ ഇവിടെ എത്തി. ഇതെൻ്റെ വൈഫ് സൗമ്യ, ഇതെൻ്റെ മോള് ജെയ്ഡ്, ഇതെൻ്റെ സൺ ആർത്തർ. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ 8 നോയമ്പിൽ ഒരു പള്ളിയിൽ ഇങ്ങനെ വരാം. അങ്ങനെ ഈ പള്ളിയിൽ ഞങ്ങളിപ്പോൾ വന്നു. നല്ല രസമുണ്ട് ഇവിടെ അറ്റ്മോസ്ഫിയർ. സെപ്റ്റംബർ 7 ലയോ 14 പാപ്പ വത്തിക്കാനിൽ വെച്ച് കാർലോ അക്വിറ്റസിനെ വിശുദ്ധ കാർലോ അക്വിറ്റസായി നാമകരണം ചെയ്തു. ആഗോള സഭയ്ക്കും ആഗോള സഭയോടൊപ്പം തന്നെ വരാപ്പുഴ അതിരൂപതയ്ക്കും വളരെയധികം സന്തോഷമുള്ള ദിനമായിരുന്നു ഈ സെപ്റ്റംബർ 7. കാരണം കാർലോ അക്വിറ്റസിനെ നാമകരണം ചെയ്ത അതേ ദിവസം തന്നെ വരാപ്പുഴ അതിരൂപതയിലെ പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് കാർലോ അക്വിറ്റസിൻ്റെ നാമധേയത്തിൽ ഒരു പുതിയ ദേവാലയം വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് ആശീർവദിച്ചു. വിശുദ്ധ കാർലോ അക്വിറ്റസിനെ ആ ദേവാലയത്തിൻ്റെ വിശുദ്ധനായി അഭിനന്യ പിതാവ് പ്രഖ്യാപിച്ചു. കാരണം ഇന്നത്തെ ലോകത്ത് യുവജനങ്ങളും കുട്ടികളും മുതിർന്നവരുമൊക്കെ സോഷ്യൽ മീഡിയ നന്നായി ഉപയോഗിക്കുന്നവരാണ്. ആധുനിക നവമാധ്യമങ്ങൾ അത് എപ്രകാരം വിശുദ്ധിക്കും നന്മയ്ക്കും വിശ്വാസ പ്രചരണത്തിനും ഉപയോഗിക്കാമെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു വലിയ വിശുദ്ധനാണ് വിശുദ്ധ കാർലോ അക്വിറ്റസ്. തനിക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ, കഴിവുകളെ, ആധുനിക മാധ്യമങ്ങളെക്കുറിച്ചുള്ള തൻ്റെ അറിവിനെ വിശ്വാസ പ്രചരണത്തിന്, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ വിശ്വാസത്തിൻ്റെ പ്രചരണത്തിന് വിശുദ്ധ കാർലോ അക്വിറ്റസ് വളരെ ഭംഗിയായി ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധൻ തീർച്ചയായും നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ കേരളക്കരയിൽ ഒരുപാട് യുവജനങ്ങളെ നന്മയുടെയും വിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും പാതയിലേക്ക് നയിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അപ്രകാരമാണ് പള്ളിക്കരയിൽ പുതിയതായി ആശീർവദിക്കപ്പെട്ട ആ ദേവാലയത്തിന് വിശുദ്ധ കാർലോ അക്വിറ്റസിനെ മധ്യസ്ഥനായി നൽകിയത്. വിശുദ്ധ കാർലോ അക്വിറ്റസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സൈബർ അപ്പോസ്തലൻ, ദൈവത്തിൻ്റെ ഇൻഫ്ലുവൻസർ എന്നൊക്കെ അറിയപ്പെടുന്ന വിശുദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടി ഒരുപാട് പേർ ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്തും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്തുമൊക്കെ എത്തുന്നുണ്ട്. പള്ളിക്കരയിലെ നമ്മുടെ പുതിയ ദേവാലയത്തിലും വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് നമുക്ക് ലഭിക്കുകയും ദേവാലയം ആശീർവദിക്കപ്പെട്ട ആ സമയം മുതൽ ആ വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് വണങ്ങുവാൻ വേണ്ടി ഒരുപാട് പേർ അവിടെ എത്തിച്ചേരുന്ന കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളക്കരയിലെ എന്നല്ല ലോകത്തിലെ തന്നെ
യുവജനങ്ങൾക്കും കൗമാരക്കാർക്കും ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധനായി വിശുദ്ധ കാർലോ അക്വിറ്റീസ് മാറുക തന്നെ ചെയ്യും. അങ്ങനെ വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക്, വിശുദ്ധിയുടെ വഴിയിലേക്ക്, നന്മയുടെ വഴിയിലേക്ക് ഒരുപാട് പേരെ എത്തിക്കാൻ വിശുദ്ധന് സാധിക്കട്ടെ. ദൈവം അതിന് ഇടവരുത്തട്ടെ. ഞാനൊരു 4 മാസങ്ങൾക്ക് മുമ്പ് ഇതിലെ പോയപ്പോൾ ഇവിടെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു, കൺസ്ട്രക്ഷൻ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഇവിടെ കയറി. ഒരു ആകാംക്ഷ തോന്നി ഞാൻ ഇവിടെ കയറി. ഈ പള്ളിക്കരയിൽ ഇങ്ങനെ വിശുദ്ധൻ്റെ ഇത് ഇനാഗ്രേഷൻ സെറിമണി നടക്കുകയാണെന്ന് ഒരു വിവരം കിട്ടിയതുകൊണ്ട് എൻ്റെ മനസ്സിലാക്കി ക്ലിക്കായി. ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് ഞാൻ ഇപ്പോൾ വേറൊരു ചർച്ചിൽ പോയിട്ട് വരുന്ന വഴിയാണ്. ഇവിടുത്തെ പ്രോഗ്രാം എന്തായി അറിയാനുള്ള ആകാംക്ഷ കൂടിയിട്ട് അതിന് വിശുദ്ധനായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ആൾ വളരെ ചെറുപ്പക്കാരനാണ്. ആത്മീയമായിട്ടുള്ളൊരു സംഭവമാണല്ലോ എന്തായാലും. അപ്പോൾ അതെന്താണ് സഭയെ അറിയാൻ വേണ്ടി വന്നതാണ്. സൈബർ ലോകത്തെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന കാർലോ അക്വിറ്റോസ് എന്ന വിശുദ്ധൻ്റെ നാമധേയത്തിലുള്ള ലോകത്തിലെ ആദ്യത്തെ പള്ളിയുടെ മുന്നിൽ നിന്ന് ക്യാമറാമാൻ ജോയലിനോടൊപ്പം ജോബി പായമൽ.